വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു വ്ളോഗാണ്. നാളെ എൻ്റെ സിസ്റ്ററിൻ്റെ അമ്മൂമ്മ അടുക്കളയിലുണ്ട് കേട്ടോ. അപ്പം നാളെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വെഡിങ് ആണ്. അമ്മയുടെ ചേച്ചിയുടെ മോളുടെ ശ്രീകുട്ടി എന്നാണ്. ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. കരണ്ട് പോയി, അടിപൊളി. അപ്പം ഇന്ന് 24th സാറ്റർഡേ ആണ്. ഇന്നാണ് കല്യാണ തലേന്ന്. നമ്മളൊരു വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് അവിടേക്ക് പോകണം. അതിന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അടിപൊളി മഴയാണ്. രാവിലെ കരണ്ട് ഉണ്ടായില്ല, ഇപ്പോഴാണെന്ന് വന്നത്. ഇപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇരിക്കണതാണ്. ഒരു നൈക്കയുടെ ഹോൾ വീഡിയോ ഉണ്ടായിരുന്നു, അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഒരുപാട് പണികൾ പെൻഡിങ് ഉണ്ട്. നാളെ വൈകുന്നേരം ആണ് റിസപ്ഷനും. നാളെ മോർണിംഗ് കല്യാണം, വൈകുന്നേരം റിസപ്ഷനാണ്. അന്ന് റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ്. അത് കമ്മിങ് വ്ളോഗിൽ കാണാം. അതൊരു സർപ്രൈസാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും എല്ലാം കൂടി ആയിട്ട് ശകപൊകയാണ്. നാളെ ചേച്ചിയുടെ കല്യാണമായിട്ട് ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടില്ല, ത്രെഡ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് പോയിട്ട് അമ്മൂമ്മ അവിടെ നിൽക്കും. ഞാനും അമ്മയും തിരിച്ച് റിട്ടേൺ. നാളെ റെഡി ആയിട്ട് വീണ്ടും പോകും, തിരിച്ചു വരും. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ചെക്കൻ. അപ്പോൾ അവിടെയാണ് റിസപ്ഷൻ. അപ്പോൾ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ റിസപ്ഷന് പോകണം. അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പോകണം, ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. സോ ഇറ്റ്സ് ഗോണ ബി എ ഹറിബറി. എനിക്ക് എത്രയും കവർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് ത്രെഡ് ചെയ്യണം. ത്രെഡ് ചെയ്യാനായിട്ട് അമ്മേനെ ജോലി സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ അടുത്താണ് പാർലർ. അപ്പോൾ അവിടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഫേഷ്യൽ ചെയ്യാനൊന്നും ടൈമില്ല. സോ ഇവിടെ തന്നെ സ്ക്രബ് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ഷോർട്ട്സ് ആയിട്ടായിരിക്കും എടുക്കാം. ഇതാണെങ്കിൽ ഇവിടെ ഒടുക്കത്തെ മഴയാണ്. ഐ വിൽ ഷോ യു. രാവിലെ പിടിച്ച മഴ ഇപ്പോഴും ചാറിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഐ ഡോണ്ട് നോ, ഇത് ഈ മഴയത്താണ് നാളെ കല്യാണം. കുരുങ്ങിക്കെട്ടി മഴയത്തൊക്കെ പോയിട്ട് ഫുള്ള് നനഞ്ഞ് ചെയ്യുമോ എന്നുള്ളൊരു സംശയമാണ്. അപ്പം നമുക്ക് ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാവണിയുടെ പ്ലീറ്റ് എടുത്ത് വയ്ക്കാം. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ സാരി ഉടുക്കുന്നതിൽ അത്ര പ്രോവൊന്നും അല്ല, എന്നാലും നമുക്ക് എടുക്കാം. ഞാനിത് ധാവണി പുതിയത് തയ്പ്പിച്ചതൊന്നുമല്ല. അപ്പം അതിൻ്റെ ബ്ലൗസ് ഇട്ട് നോക്കണം, പാകാണോ ലൂസാണോ ടൈറ്റാണോ എന്നൊന്നും അറിയില്ല. ഞാനാണെങ്കിൽ ഇടയ്ക്ക് വണ്ണം വയ്ക്കും, ഇടയ്ക്ക് ലൂസാകും. അങ്ങനത്തെ ഒരു പ്രത്യേകത ടൈപ്പുള്ളൊരു ബോഡിയാണ് എനിക്ക്. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കണം. കറക്റ്റായാൽ മതിയായിരുന്നു. ഇനി അടുപ്പിക്കാനൊന്നും സമയമില്ല. ഇത് പുതിയത് തന്നെയാണ് കേട്ടോ. ഞാനിത് ആകെ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഇനി എന്തായാലും തയ്പ്പിക്കാൻ നിൽക്കണ്ട, പുതിയത് എടുക്കണ്ട. ഇതാകെ കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ഞാൻ അമ്പലത്തീത്ത ഉത്സവത്തിന് താലം പിടിക്കാനായിട്ട് എടുത്തതാണ്. നോക്കാം ശരിയാവോ. അന്നെടുത്ത പാടൊക്കെ ഉണ്ട്. അന്ന് എൻ്റെ അമ്മക്ക് കിട്ടില്ലനായിട്ട് സാരി എടുക്കും കേട്ടോ. പണ്ട് അമ്മ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയ്ക്ക് സാരി ഉടുക്കാനായിട്ട് അറിയില്ലായിരുന്നു. പിന്നെ ഉടുത്തുടുത്ത് അപ്പയ്ക്ക് ചുരിദാറൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഉടുത്തുടുത്ത് ശീലമായിട്ട് ഇപ്പം കിടിലനായിട്ട് സാരി ഉടുക്കും. അമ്മ പ്രോവായി സാരി എടുക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ ബ്ലൗസ് ചെയ്യിപ്പിച്ചേക്കണതേ ക്രോപ്പ് ടോപ്പ് പോലെയും പിന്നെ ഒരു പട്ടുപാവാട പോലെയാണ്. അപ്പം ഞാൻ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം പറഞ്ഞു ധാവണി ഉടുക്കുമ്പോഴാണ് ഭംഗി പറഞ്ഞു. അപ്പം എൻ്റെ ഡിസൈനർ ഓൾവേസ് മൈ മോമാണ്. അമ്മ പറയുന്നതിനനുസരിച്ച് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ 1-2 മിനിറ്റിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. ഞാനിത് 1/4 മണിക്കൂർ എടുത്തിട്ടാണ് ഈ പ്ലീറ്റ് എടുത്തത്. ജസ്റ്റ് ഇതാവണേടാ. അതിനിടയ്ക്ക് അമ്മൂമ്മേനെ വിളിച്ചു, കസേരയിൽ ക്ലിപ്പിട്ട് ചെയ്തു. എന്നിട്ട് എങ്ങനെയൊക്കെയോ ലാസ്റ്റ് സെറ്റാക്കി.
അയണിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയും തല കുളിച്ചത് ഉണക്കണം. മെയിനായിട്ട് ത്രെഡ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം. ഫേഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതായിരുന്നു. അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ നോക്കാം പാക്ക് ചെയ്യാനുള്ളത്. എന്നിട്ട് റെഡി ആവുക, പോവാം. അപ്പം ഇനി ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ വരാം കേട്ടോ. അമ്മ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ത്രെഡ് ചെയ്യാൻ പൊക്കോ, അമ്മ ഇറങ്ങാറായിരുന്നു. അപ്പോൾ നമുക്ക് വെച്ചിട്ട് പോയാൽ മോതിരം കഴിക്കാം. നമുക്ക് ത്രെഡ് ചെയ്യാൻ പോകാം കേട്ടോ. ഇതെൻ്റെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കാട്ടോ. ഞാൻ എൻ്റെ എല്ലാ ബ്യൂട്ടി റിലേറ്റഡ് ലൈക്ക് ഡീ ടാൻ, ഫേഷ്യൽ, ക്ലീനപ്പ് അങ്ങനത്തെ എല്ലാ സംഭവവും ഇവിടെയാണ് ചെയ്യുക, ഗ്ലോ റിച്ചിൽ. ഇവിടുത്തെ ചേച്ചി ചെയ്താലും എനിക്ക് സമാധാനമാവുള്ളൂ. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ചെയ്യണേ. ഞാനങ്ങനെ ത്രെഡ് ചെയ്തു. കുറേ നാൾക്ക് ശേഷം ത്രെഡ് ചെയ്തുകൊണ്ട് ഭയങ്കര വേദനയായിരുന്നു. ത്രെഡ് ചെയ്തു വന്ന് മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കരണ്ട് പോയി. അമ്മ പാത്രം കഴുകാനായിട്ട് വീണ്ടും കരണ്ട് പോയി. കരണ്ട് വരാൻ നോക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ ടൈം 1:30 വിശക്കണം. നമുക്ക് ഭക്ഷണം കഴിക്കാം. ചോറ് ഇന്ന് അധികം കറികളില്ല, നമ്മൾ അവിടെ പോവല്ലേ, അതുകൊണ്ട് കുറച്ച് കറികളുള്ളൂ. ചോറണം. കറൻറ്റ് വരണ ഗ്യാപ്പിൽ ഐ ടോക്ക് എ സ്മോൾ നാപ്പ്. ആൻഡ് കറൻറ്റ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ മുഖത്തെ കലാപരിപാടികളൊക്കെ ചെയ്തു. ഞാനത് ഷോർട്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോക്കണം. പിന്നെ അതിൻ്റെ വെയിറ്റിംഗ് ടൈമിൽ ഞാൻ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തു, റീഅപ്ലൈ ചെയ്തു. ആൻഡ് ദിസ് ഈസ് മൈ ലുക്ക് ഫോർ തലേന്നത്തെ പരിപാടി. എങ്ങനെയുണ്ടായി, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാനത് ഷോർട്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ അതും കണ്ട് നോക്കാം. ആൻഡ് ഇതൊരു ഫ്രോക്കാണ്, വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തൊരു ഫ്രോക്കാട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നമ്മളൊരു 3:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ, അമ്മ, അമ്മൂമ്മ ഞങ്ങളെ കൊണ്ടുവന്നാക്കണത് ചെറിയച്ഛനാണ്. പിന്നെ ചെറിയച്ഛൻ്റെ മോനുണ്ടായിരുന്നു. നമ്മൾ കാറിനാണ് പോയത്. വഴിയൊക്കെ ഭയങ്കര അലമ്പായി കിടക്കായിരുന്നു, മഴയൊക്കെ പെയ്തിട്ടെ. പിന്നെ അവർ നമ്മളാക്കിയിട്ട് അവർ തിരിച്ചു പോകും. പിന്നെ രാത്രി വരുള്ളൂ. കടയൊക്കെ ഉള്ളതുകൊണ്ട് കടയൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും കൂടിയും രാത്രി വരും കേട്ടോ. പറൂര് എത്താറായപ്പോഴത്തേക്കും നല്ല കിടിലൻ മഴയായിരുന്നു. എനിക്ക് മഴയും കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഐ ലവ് റെയിൻ. എൻ്റെ ഫേവറേറ്റ് സീസണാണ് റെയിനിങ് സീസൺ. എനിക്ക് മഴ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടം. മഴയത്ത് കളിക്കാനും മഴയത്ത് ട്രാവൽ ചെയ്യാനും വീട്ടിൽ പുതച്ചുകൂടി കിടന്നുറങ്ങാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്. ബട്ട്
കുറേ പേര് അതുകൊണ്ട് ബുദ്ധിമുട്ട് ഉള്ളവരും ഉണ്ട്. എൻ്റെ അമ്മയ്ക്കൊന്നും മഴയൊന്നും ഇഷ്ടം. ആൻഡ് ആഫ്റ്റർ 45 മിനിറ്റ്സ് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. വീട്ടിൽ തന്നെയാണ് കേട്ടോ ഫങ്ഷൻ. പിന്നെ ഇതാണ് അമ്മയുടെ ചേച്ചി. അവർ ഗോസിപ്പിംഗ് ആയിരുന്നു. പിന്നെ നമ്മളെത്തിയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായുള്ളൂ. തലേന്ന് നമ്മൾ ചെറിയൊരു ബ്രൈഡ് ടു ബി ഫങ്ഷൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ശ്രീകുട്ടൻ, അത് ബാക്കിൽ വരുന്നതാണ് ബ്രൈഡ്. സോ ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് ദ ഫങ്ഷൻ. അപ്പോൾ വിളക്കൊക്കെ വെച്ച് ചെറിയതായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട്, എന്ത് മംഗളകരമായ ഫങ്ഷൻ തുടങ്ങുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ. അങ്ങനെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ ഫങ്ഷൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ദിസ് ഇസ് ദ സെറ്റപ്പ്. ഒരു കുട്ടി ബ്രൈഡ് ടു ബിയുടെ സെറ്റപ്പാണ്. ഇതൊക്കെ അറേഞ്ച് ചെയ്തത് ശ്രീകുട്ടനാട്ടോ. ആൻഡ് ദിസ് ഇസ് ക്യൂട്ട് സിബ്ലിങ്സ് മൊമെൻറ്റ്. ആൻഡ് ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ അനിയനെ ഉസ്മാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് കുറച്ച് കോളേജിലത്തെ കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ കാരണം ഫങ്ഷൻ വരാൻ പറ്റിയിട്ടുണ്ടായില്ല. അവനുണ്ടെങ്കിൽ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് തരാനും അതിനൊക്കെ പിന്നാലെ നടക്കുമായിരുന്നു. ഇത് ഞാൻ കുറച്ചൊരു ലോൺലി ആയൊരു സംഭവം ഫീൽ ചെയ്തിരുന്നു. ബട്ട് വി ഹാവ് ടു ഫേസ് ഓൾ ദോസ് തിങ്സ്, റൈറ്റ്? ആൻഡ് ഇതാണ് മാമനും ആൻറ്റിയും. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ തോന്നുന്നു, എൻഗേജ്മെൻറ്റിന് എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും. ബട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ദ ക്യൂട്ട് ഫാമിലി. ഇത് അമ്മ, അമ്മൂമ്മ, ചേച്ചി, ആൻറ്റി, പിന്നെ അവിടുത്തെ അമ്മൂമ്മയാണ്. നെക്സ്റ്റ് ഒരു കോമഡി ആയിരുന്നു. ആ പോപ്പർ പിടിച്ചെടുക്കുന്ന ചക്കരയില്ലേ, അവനാണ് ആദ്യം കേക്ക് കട്ട് ചെയ്യുമ്പോൾ പോപ്പർ ഒട്ടിക്കാനായിട്ട് വന്നിരുന്നത്. പിന്നെ അപ്പുറത്തും ഒരുത്തനെ നിർത്തിയായിരുന്നു. ഇവനാണ് അവനെ നിർത്തിയത്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ കേക്ക് കട്ട് ചെയ്ത് വന്നപ്പോൾ പോപ്പർ ഒട്ടിക്കുന്ന സമയത്ത് രണ്ടാമത്തവൻ്റെ പൊട്ടി, ഇവൻ്റെ പൊട്ടിയില്ല. ലാസ്റ്റ് പ്ലിങ്ങായി. പിന്നെ ഒരുവിധം റഷൊക്കെ ഒതുക്കിയപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ചോറ്, മോരുകറി, ചിക്കൻ കറിയൊക്കെ കൂട്ടി നല്ല ഫുഡ് കഴിച്ചു. ഇത് വരദ. ഓ മൈ ഗോഡ്, ഹർ വോയിസ് ഇസ് സോ സ്വീറ്റ്. അടിപൊളിയായിട്ട് പാട്ട് പാടും കേട്ടോ. ഇതേപോലത്തെ ട്രൂപ്പിലൊക്കെ പോയി പാടുന്ന കുട്ടിയാണ്. എനിക്ക് ഫുള്ളായിട്ട് ഇടുന്നുണ്ട്, ബട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ. വരദ പാടുന്ന കണ്ടപ്പോൾ ഇവനും പാട്ട് പാടണം. അങ്ങനെ അവനും പാട്ട്. നെക്സ്റ്റ് ഗോസിപ്പിംഗ് ടൈം. ഐ ഡോണ്ട് ആക്ച്വലി റിമെമ്പർ വാട്ട് വി ആർ ടോക്കിംഗ്, ബട്ട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഫങ്ഷൻ ഓൾമോസ്റ്റ് ഓവറായി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ, തിരിച്ചു പോകാനായിട്ട് ചിന്നയും സോനും ഒക്കെ വരണം. അപ്പോൾ അവരൊക്കെ വന്നു. അങ്ങനെ ഞാനും അമ്മയും തിരിച്ച് വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വരാം കേട്ടോ. അമ്മൂമ്മ അവിടെ നിന്നു. നാളെ നമുക്ക് ആക്ച്വലി 5:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. മോർണിംഗ് 9 to 9:30 ആണ് മുഹൂർത്തം. സോ നമുക്ക് രാവിലെ നേരത്തെ ഒരുങ്ങി പോണത് കൊണ്ട് ഞാൻ പൂവ് വാങ്ങാനായിട്ട് കർണകയുടെ അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടു. അവിടെ പോയപ്പോൾ ഒരു 100 സംശയം. യൂഷ്വലി എനിക്ക് അമ്മയാണ് എല്ലാം വാങ്ങിച്ചിരാറ്. കട്ടിയുള്ളത് വാങ്ങണോ, എത്ര മുഴം വാങ്ങണം, ലൂസായിട്ടുള്ളത് വാങ്ങണോ, മന്ദാരം കൂട്ടിയിട്ടുള്ളത് വാങ്ങണോ, അങ്ങനെ കുറേ കൺഫ്യൂഷനായി. അറ്റ് ലാസ്റ്റ് 8 മുഴം കട്ടിയിൽ കെട്ടിയ മുല്ലപ്പൂ മാത്രം വാങ്ങിച്ചു.
ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു മുഴത്തിന് കട്ടിയിൽ കെട്ടിയത് 40ഉം സാധാ നോർമലായിട്ട് കെട്ടിയത് 30ഉം ആയിരുന്നു. പിന്നെ ഞാൻ ഈ പൊക്കി കാണിക്കണില്ലേ, അതിൻ്റെ ഇടയിലൊരു റെഡ് കളർ റോസ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക്കോ സാറ്റൻ റിബൺ വെച്ചുണ്ടാക്കിയ റോസോ, അതിന് 60 രൂപ. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായി, പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. എനിക്ക് പൂ വയ്ക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഈ തല നിറച്ച് പൂ വയ്ക്കണം. ഇതും ഇപ്പം 8 മുഴം വാങ്ങിച്ചേക്കണം എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് അമ്മയ്ക്കും കൂടിയാണ്. എന്നാലും ഞാനായിരിക്കും കൂടുതൽ വയ്ക്കുക. ഇന്നെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ അറ്റ് ദി എൻഡിൽ ഇടാം കേട്ടോ. അപ്പോൾ കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പ്ലീസ് ടു ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. അങ്ങനെ നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഫൈനലി വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് അമ്മയുടെ കണ്ണാടിയുടെ ഇത് പഴയ കണ്ണാടിയുടെ ഒക്കെ ഇവിടെ വയ്ക്കില്ലേ, മുക്കിൻ്റെ അവിടെ ഒരു റബ്ബർ വത്സാനം, അത് പറഞ്ഞു പോന്നു. ഇന്ന് പോയി ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പറയണതായിരുന്നു. അപ്പോൾ ഈ മേക്കപ്പ് ഇനി റിമൂവ് ചെയ്തിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് നാളെ രാവിലെ എനിക്ക് റെഡി ആവാം. അപ്പോൾ ബാക്കി നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ.